അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് പണി കിട്ടിട്ടാ. നമ്മുടെ ടയർ വീണ്ടും എയർ ലീക്കാണ്. ഇപ്രാവശ്യം ലെഫ്റ്റ് സൈഡിലല്ല കേട്ടോ, റൈറ്റ് സൈഡിലാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് ടയർ ചേഞ്ച് പോട്ടെ. അപ്പോൾ നമ്മുടെ പണി സാധനങ്ങൾ എടുക്കാൻ പോകട്ടെ. ഇനി അത് കഴിഞ്ഞിട്ട് വേണം സ്റ്റെപ്പിന് വരണം. ജാക്ക് വെച്ച് നമുക്ക് ഈ ട്രെയിലറൊന്ന് പൊന്തിക്കണം കേട്ടോ. പൊന്തിച്ചിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ യൂറോപ്പിലെ അവസ്ഥ ഇങ്ങനെ കേട്ടോ. ആവശ്യം വന്നാൽ നമ്മളതിന് ചേഞ്ച് കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് മാറ്റി വയ്ക്കാം. സോപ്പ് വാട്ടർ ഇതാണ് എയർ പമ്പ് ഇവിടെ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റെപ്പിന് വരണം കേട്ടോ. സ്റ്റെപ്പിന് വരാമെന്ന് പറഞ്ഞാൽ എളുപ്പമില്ല കേട്ടോ. അടിയിൽ കയറിയിട്ട് വേണം നമുക്ക് വരാനായിട്ട്. പിന്നെ ഓൾറെഡി ഇത് ലോഡ് വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഇനി അതുപോലെ തന്നെ ജാക്കി വെച്ചിട്ട് വേണം, ജാക്കി വെച്ച് ഉയർത്തിയിട്ട് വേണം നമുക്ക് ഇത് ടയർ കാരണമൊക്കെ വരാനായിട്ട്. അപ്പോൾ ഇതായിട്ട് നമ്മുടെ ജാക്കി. ഇത് ബുള്ളറാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ അഴിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇത് വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റെപ്പിന് അഴിക്കാനായിട്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് ബാക്കി അതിൻ്റെ ഉള്ള ഓരോരോ സ്പാനറും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഈ ടയർ കേട്ടോ നമുക്ക് ഇനി ചേഞ്ച് ചെയ്യാനുള്ളത്. ടയർ കുറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ലോഡ് കയറിയിട്ട് ഇപ്പോൾ വരായിരുന്നു കേട്ടോ. അപ്പോൾ ലോഡ് കയറ്റിയപ്പോഴാണ് അറിഞ്ഞത് എയർ കുറവാന്നുള്ള കാര്യം. പിന്നെ എയർ അടിച്ച് നോക്കിട്ടോ. എയർ അടിച്ച് നോക്കിയപ്പോൾ ഇതിൻ്റെ നെക്കിന് ലീക്കാട്ടോ, നല്ല രീതിയിൽ ലീക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഈ ടയർ ചേഞ്ച് ചെയ്യാൻ പോവാം. ഇതായിട്ട് നമ്മുടെ സ്റ്റെപ്പിന് നമ്മൾ ഇനി ഇത് അഴിക്കാൻ പോവുകയാണ്. ഒരു രക്ഷയും കേട്ടോ. അപ്പോൾ നമ്മളിനി ഇതുകൊണ്ടാണ് ആദ്യം ട്രൈ ചെയ്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വേറൊരു സംഭവം കൂടി ഉണ്ട്, നമുക്ക് അതൊക്കെ നോക്കാം. ഓക്കെ.